الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين برضا الله أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, മറ്റെൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറം കാളികാവ് എന്ന പ്രദേശത്തെ ഒരു കടുവ ഒരു ഡബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവം നാം എല്ലാവരും വായിച്ചവരും കേട്ടവരുമായിരിക്കും. ഇത്തരത്തിലുള്ള വാർത്തകൾ ദിനം പത്രങ്ങളിൽ കൂടുതലായി വരുന്നതും കാണാം. കേരളത്തിൽ കഴിഞ്ഞ 5 മാസത്തിനിടയിൽ 27 പേരെയാണ് വന്യമൃഗങ്ങൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാരണത്തെ നാം തേടി ചെല്ലുമ്പോൾ വനത്തിന്റെ ആവാസ വ്യവസ്ഥ തകരുന്നത് കൊണ്ടാണ് വന്യമൃഗങ്ങൾ ജനവാസ സ്ഥലത്തിലേക്ക് ഇറങ്ങുന്നത്. ആരാണ് വനത്തിന്റെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നത്? കെട്ടിടങ്ങൾക്കും പുതിയ റോഡ് നിർമ്മാണങ്ങൾക്കും വേണ്ടി വൻതോതിൽ വനനശീകരണം നടത്തിയും വനമേഖലകളിലേക്ക് കൂടുതലായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളിയും പാറകളും കുന്നുകളും ഇടിച്ചു നിരത്തി നിയമവിരുദ്ധമായി ഖനനം നടത്തിയും മനുഷ്യർ തന്നെയാണ് വനത്തിന്റെ ആവാസ വ്യവസ്ഥ തകർക്കുന്നത്. ഇവിടെയാണ് ഇസ്ലാമിന്റെ പാഠങ്ങൾ ഏറെ ശ്രദ്ധേയമാകുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമയാണെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രകൃതിയെ നശിപ്പിക്കുന്നതിനും വെള്ളം അനാവശ്യമായി ഉപയോഗിക്കുന്നതിനും ഇസ്ലാം വെച്ചിട്ടുള്ള നിയന്ത്രണം നവകാലത്ത് ഏറെ കാര്യപ്രാപ്തി ലഭിക്കുന്ന ഒന്നാണ്. നദിക്കരയിൽ നിന്നാണ് നിങ്ങൾ വെള്ളമെടുക്കുന്നതെങ്കിൽ പോലും വെള്ളം പാഴാക്കാൻ പാടില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പാഴാക്കുന്നവർ ശൈത്താന്റെ സഹോദരന്മാരാണെന്ന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിൽ അനിവാര്യമായിട്ടുള്ള യുദ്ധത്തിൽ പോലും തന്റെ സൈന്യത്തോട് ഉപദേശിച്ചത് നിങ്ങൾ പ്രകൃതിയെ നശിപ്പിക്കരുത്, കൃഷിയിടങ്ങൾ നശിപ്പിക്കരുത് എന്നാണ്. എന്നാൽ സമീപകാലത്തെ യുദ്ധങ്ങളുടെ നഷ്ടക്കണക്കുകൾ ഞാൻ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, മനുഷ്യ ജീവിതത്തിന് മാത്രമല്ല പ്രകൃതിക്കും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. സൈനിക നീക്കങ്ങൾക്കും ഒളിത്താവളങ്ങൾക്കും വേണ്ടി വൻതോതിൽ തന്നെ വനനശീകരണം നടത്തിയും വിയറ്റ്നാം യുദ്ധത്തെ എടുത്തു മാത്രം പറയുകയാണെങ്കിൽ അമേരിക്ക സൈന്യം ഉപയോഗിച്ച വിഷവാതകം ഏക്കർ കണക്കിന് ഭൂമികളെയാണ് ഇല്ലാതെയാക്കിയത്. ഇവിടെയാണ് ഇസ്ലാമിന്റെ പാഠം ഏറെ ശ്രദ്ധേയമാകുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന്ത്യനാളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ചെടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നടണം. മാത്രമല്ല, ഒരു ചെടിയോ ഒരു മരമോ നട്ട് അതിൽ നിന്ന് മറ്റൊരു ജീവി ഉപകാരമെടുത്താൽ അത് അവനിക്ക് കൂലിയാണ്. ഇതാണ് ഇസ്ലാം പ്രകൃതിയെ സംരക്ഷിക്കുന്നത് ഒരു കൂലിയായിട്ടുള്ള കാര്യമായിട്ടാണ്. മാത്രമല്ല, ഇസ്ലാമിന്റെ ആരാധന കർമ്മങ്ങളിൽ പോലും പ്രകൃതി ഏറെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നാം എന്നും നിസ്കരിക്കാറുള്ള 5 വക്ത് നിസ്കാരത്തിന് നാം ഒളു എടുക്കല് ഭൂമിയിലെ 75% വെള്ളം കൊണ്ടാണ്. ഇനി ആ വെള്ളം കിട്ടുന്നില്ല എങ്കിൽ ബണ്ണുകൊണ്ടും 1992 റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്ന ഉച്ചകോടിയിൽ രണ്ട് കാര്യങ്ങളായിരുന്നു അവർ ചർച്ച ചെയ്തിരുന്നത്. ഒന്നാമത്തെ കാര്യം, പ്രകൃതി ചൂഷണം ചെയ്യാതെ വികസനം കൊണ്ടുവരാം. എന്നാൽ വികസനം കൊണ്ടുവരികയും വേണം. എന്നാൽ ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് ഇസ്ലാം ഉള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.